ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നലെ നമ്മൾ നമ്മുടെ 10 days സ്റ്റഡി ചലഞ്ച് ആരംഭിച്ചിരുന്നു. നിങ്ങൾ എല്ലാവരും ഇന്നലെ നടന്ന ഗ്രാവിറ്റേഷന്റെ 1 ഷോട്ട് റിവിഷൻ ലൈവ് കണ്ടു എന്നാണ് എൻ്റെ വിശ്വാസം. ഏകദേശം 3 മണിക്കൂർ 45 മിനിറ്റ് എടുത്തിട്ടാണ് ആ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ്ലി പഠിച്ചെടുത്തത്. അതിനകത്തുള്ള എല്ലാ ഡെറിവേഷൻസും എല്ലാ കോൺസെപ്റ്റുകളും 2020 മുതലുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയ NCERT ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ പഠിച്ചു. സോ നിങ്ങൾ എല്ലാവരും ആ ലൈവ് തീർച്ചയായും കാണുക. അത് കണ്ടതിന് ശേഷം മാത്രം ഈ റെക്കോർഡഡ് വീഡിയോ നിങ്ങൾ കണ്ടാൽ മതിയാവും. കാരണം ഇതിനകത്ത് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഗ്രാവിറ്റേഷനിൽ നിന്നുള്ള കുറച്ച് ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് സാർ ഈ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ്? മക്കളെ, ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി വരുന്ന ചോദ്യങ്ങളല്ല, മറിച്ച് പരീക്ഷയ്ക്ക് വന്നാൽ നിങ്ങൾ കുഴഞ്ഞു പോവും എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. അതായത് വരാൻ സാധ്യതയുണ്ട് പരീക്ഷകളിൽ, പക്ഷെ അവ സ്ഥിരമായി റിപ്പീറ്റ് ചെയ്യുന്ന PYQs കാറ്റഗറിയിൽ പെടുത്താൻ സാധിക്കില്ല. കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ്, ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇന്നലത്തെ ലൈവ് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് കാണുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പറയുന്ന കോൺസെപ്റ്റും ഫോർമുലാസും ഒന്നും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കില്ല, ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവാനും സാധ്യത കുറവാണ്. അതിനാൽ തന്നെ മക്കളെ, റിവിഷൻ ലൈവ് കാണുക, അതിനുശേഷം ഈ വീഡിയോ കാണുക. ഒട്ടും ലേറ്റ് ആക്കാത്ത കാര്യങ്ങളിലോട്ട് കിടക്കുവാണ്. വാടാ മക്കളെ. സോ ഒന്നാമത്തെ ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ പോസിബിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 2 മാർക്കിന്റെ കാറ്റഗറിയിലൊക്കെ ഈ ചോദ്യം വരാം. ഈസി ആയി തന്നെ പറഞ്ഞു തരാം. വളരെ ലളിതമായ ചോദ്യമാണ്, അത്രയും ബുദ്ധിമുട്ടേറിയ ചോദ്യമൊന്നുമല്ല, ഈസി ആയ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കണം. ഇഫ് ദ എർത്ത് ഷ്രിങ്ക്സ് ഹാഫ് ഓഫ് ദ റേഡിയസ്, ഇറ്റ്സ് മാസ് റിമൈൻസ് ദ സെയിം, ദ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്ട് ഓൺ ദ എർത്ത് വിൽ ഇൻക്രീസ് ഡാഷ് ടൈംസ്. നമ്മുടെ ഭൂമി ഒന്ന് ചുരുങ്ങി എന്ന് വിചാരിക്കുക. ചുരുങ്ങിയിട്ട് ഭൂമിയുടെ റേഡിയസ് അങ്ങ് പകുതിയായി മാറി, മാസിൽ മാറ്റമില്ല എങ്കിൽ ഭൂമിയിലുള്ള ഒരു വസ്തുവിന്റെ വെയിറ്റിൽ എത്രത്തോളം മാറ്റം സംഭവിക്കും എന്നതാണ് ചോദ്യം. ഞാനൊന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ ചിത്രം വരച്ച് കാണിച്ചു തരട്ടെ. വാടാ മക്കളെ, നമ്മളെപ്പോഴും ചിത്രം വരച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഇത് നമ്മുടെ ഭൂമിയാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇത് നമ്മുടെ ഭൂമിയാണേ. ഈ ഭൂമിയുടെ മാസ് നമുക്ക് എന്തായിട്ട് എടുക്കാം? ഭൂമിയുടെ മാസ് ക്യാപിറ്റൽ M ആണ്. ഭൂമിയുടെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന സ്റ്റാൻഡേർഡ് പാരാമീറ്റേഴ്സ് തന്നെയാണ് ഈ ഇനീഷ്യലി ഉള്ള ഭൂമിക്കുള്ളത്. പക്ഷേ ഈ ഭൂമി എന്തായി? ഭൂമി ഒന്ന് ചുരുങ്ങി എന്ന് വിചാരിക്കുക. ഭൂമിയുടെ സൈസ് എന്തായി? ഭൂമിയുടെ സൈസ് ഒന്ന് കുറഞ്ഞു എന്ന് വിചാരിക്കുക. യെസ്, ഭൂമി ഒന്ന് ചുരുങ്ങി. ഭൂമി ചുരുങ്ങിയ സാഹചര്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്? ഭൂമിയുടെ റേഡിയസ് പകുതിയായി കുറഞ്ഞു. അതായത് ഈ പുതിയ ഭൂമിയുടെ റേഡിയസ് എത്രയാണ്? അത് R/2 ആണെന്ന് വിചാരിക്കുക. പുതിയ ഭൂമിയുടെ റേഡിയസ് R/2 ആണെന്ന് വിചാരിക്കുക. പക്ഷെ ഭൂമിയുടെ മാസിന് മാറ്റമില്ല, മാസ് M തന്നെയാണ്. ഭൂമിയുടെ മാസിന് മാറ്റമില്ല, പക്ഷെ റേഡിയസ് പകുതിയായിട്ട് മാറി എന്നാണ് പറയുന്നത്. എങ്കിൽ ഭൂമിയിലുള്ള ഒരു വസ്തുവിന്റെ വെയിറ്റിന് എത്രത്തോളം മാറ്റം സംഭവിക്കും, വെയിറ്റ് എത്രത്തോളം ഇൻക്രീസ് ചെയ്യും എന്നതാണ് ചോദ്യം. കാര്യം മനസ്സിലായില്ലേ? ഭൂമിയുടെ വലിപ്പം കുറഞ്ഞപ്പോൾ റേഡിയസ് പകുതിയായി കഴിഞ്ഞാൽ ഭൂമിയിലുള്ള ഒരു വസ്തുവിന്റെ വെയിറ്റിന് എത്ര മടങ്ങ് മാറ്റം സംഭവിക്കും എന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തയ്യാറല്ലേ? വാടാ മക്കളെ, നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഈ ചോദ്യം പ്രൊസീഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് കാര്യമാണ്, ദാറ്റ് ഈസ് വെയിറ്റിന്റെ ഇക്വേഷൻ. വെയിറ്റിന്റെ ഇക്വേഷൻ എന്താ മക്കളെ? വെയിറ്റ് ഈക്വൽ ടു mg എന്നതാണ് ഇക്വേഷൻ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, വെയിറ്റ് ഈക്വൽ ടു mg. സോ ഭൂമി ചുരുങ്ങിയതിന് ശേഷമുള്ള പുതിയ വെയിറ്റിന് നമുക്ക് എന്ത് പറയാം? W' എന്ന് പറയാം. സോ ആ സാഹചര്യത്തിലുള്ള ഇക്വേഷൻ mg' എന്ന് എഴുതാം. കാരണം മാസ് ഒരിക്കലും മാറില്ല, ഒരു വസ്തുവിന്റെയും മാസ് ഒരു കാരണവശാലും മാറില്ല. ഭൂമിയുടെ വലുപ്പത്തിൽ മാറ്റം സംഭവിക്കുമ്പോൾ എന്താണ് മാറുക? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് മാറുക. സോ പുതിയ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഞാൻ G' എന്ന് വിളിച്ചു. സോ G' കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതാണ് നമ്മുടെ പരിപാടി. സോ നമുക്ക് G' ഒന്ന് കണ്ടുപിടിച്ചാലോ? അതിനു മുമ്പായിട്ട് ജിയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. G ഈക്വൽ ടു gm ഡിവൈഡഡ് ബൈ R². എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കുന്ന ഇക്വേഷൻ ആണ്, നമുക്ക് അറിയുന്ന ഇക്വേഷൻ ആണ്. സോ പുതിയ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G' ഈക്വൽ ടു gm ഡിവൈഡ് ബൈ, ഇവ രണ്ടും മാറുന്നില്ല, ശരിയല്ലേ? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് മാറുന്നില്ല, മാസ് ഓഫ് ദ എർത്തും മാറിയിട്ടില്ല എന്ന് ചോദ്യത്തിൽ പറഞ്ഞു. റേഡിയസ് മാറി, റേഡിയസ് എന്തായി? പകുതിയായിട്ട് മാറി എന്ന് പറയുന്നില്ലേ? സോ R പകരം നമുക്ക് എന്ത് കൊടുക്കാം? R/2 എന്ന് കൊടുക്കാം, ഹോൾ സ്ക്വയർ. എന്താണ് മക്കളെ R/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ? gm ഡിവൈഡഡ് ബൈ R²/4 എന്ന് വരും. സോ R²/4 ഞാൻ റെസിപ്രോക്കൽ എടുക്കട്ടെ. ഞാൻ റെസിപ്രോക്കൽ എടുക്കുകയാണ്. സോ G' ഈക്വൽ ടു എന്ത് വരും? gm ഇൻറ്റു 4/R² എന്ന് വരും. വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യുമ്പോൾ 4 ഇൻറ്റു gm/R². കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ല, അത് അന്തസ്സായിട്ട് മനസ്സിലായില്ലേ? അതായത് ഒരു തവണ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഇവിടെ R ആണ് ഇനീഷ്യലി ഉള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ, പക്ഷെ ഭൂമിയുടെ റേഡിയസ് പകുതിയായി, അഥവാ R/2 ആയിട്ട് കുറഞ്ഞു. സോ R പകരം നമുക്ക് എന്ത് കൊടുക്കാം? R/2 എന്ന് കൊടുക്കാം. സോ gm/R/2 ഹോൾ സ്ക്വയർ എന്ന് വരും. സ്ക്വയർ അകത്തോട്ട് ഇടുമ്പോൾ R²/4 എന്ന് കിട്ടും.
ക്ലിയർ അല്ല, r²/4. അടുത്ത സ്റ്റെപ്പിനകത്ത് ഈ r²/4 ഞാൻ മുകളിലോട്ട് എടുക്കുകയാണ്. അപ്പോൾ തല കീഴായിട്ടല്ലേ വരിക, അതായത് 4/r² എന്ന് വരും. ഈ 4 ഞാൻ നേരെ മുന്നിലോട്ട് എടുക്കുന്നു. സോ 4 × gm/r² എന്ന് ഇടാം. 4 × gm/r². എൻ്റെ മക്കളെ, നമുക്ക് ഈ കാര്യം അറിയാലോ. എന്താണ് gm/r² എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോടാ. അത് g അല്ലേ, അത് g ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ സാധിക്കും g' എന്ത് എഴുതാം, 4g എന്ന് എഴുതാം. g'=4g എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ സാധിക്കും, ഒരു സംശയമില്ലല്ലോ. സോ പുതിയ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യമുണ്ടായിരുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ 4 മടങ്ങാണ് എന്ന കാര്യം മനസ്സിലാക്കുക. ആദ്യമുണ്ടായിരുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ 4 മടങ്ങാണ് എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയുക. സോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 4 മടങ്ങായി കഴിഞ്ഞാൽ വെയിറ്റിന് എന്ത് മാറ്റം സംഭവിക്കും, w' എന്ന് വരും. സോ w' m × g' എന്താണ് മക്കളെ, g' 4g ആണ്. സോ 4g എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4mg എന്ന് എഴുതാം. 4mg മക്കളെ, നമുക്കറിയാം mg എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഉള്ള വെയിറ്റ് ആണ്. സോ w' ഈസ് ഈക്വൽ ടു 4 ടൈംസ് ഓഫ് w. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ, ഒരു തരി സംശയമില്ലല്ലോ. അതായത് പുതിയ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യമുണ്ടായിരുന്ന വെയിറ്റിന്റെ 4 മടങ്ങായിട്ട് മാറും എന്ന കാര്യം മനസ്സിലാക്കുക. അതിന് സപ്പോർട്ടീവായിട്ട് നമുക്കറിയാം w = mg അല്ലേ. ഇവിടെ 4mg ആണ് കിട്ടിയത്. സോ mg എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇനീഷ്യലി ഉള്ള വെയിറ്റ് ആണ്. സോ 4 ടൈംസ് ഓഫ് വെയിറ്റ് ആയിട്ട് മാറും. സോ ഭൂമിയുടെ റേഡിയസ് പകുതിയായി ചുരുങ്ങി കഴിഞ്ഞു വെച്ചാൽ ഒരു വസ്തുവിന്റെ വെയിറ്റ് 4 മടങ്ങായി ഇൻക്രീസ് ചെയ്യും എന്ന കാര്യം മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യമാണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കി പ്രൊസീഡ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഒട്ടേറെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തുവെച്ചിട്ടുണ്ട്. ഒരു ചോദ്യം ഒന്നല്ല, കൂടുതൽ ചോദ്യങ്ങളുണ്ട്. അടുത്തതൊരു NCERT എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ക്വസ്റ്റ്യൻ്റെ സപ്പോർട്ടീവായ കോൺസെപ്റ്റ് നമ്മൾ ഇന്നലെ വർക്കൗട്ട് ചെയ്തു. ഈ ക്വസ്റ്റ്യന് സപ്പോർട്ടീവായിരിക്കുന്ന കോൺസെപ്റ്റ് ഇന്നലെ വർക്കൗട്ട് ചെയ്തു. സോ ആ കോൺസെപ്റ്റ് ഞാൻ ജസ്റ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കാരണം ഇതുമായി ബന്ധപ്പെട്ട കാര്യം ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്നലത്തെ ലൈവ് നിങ്ങൾ കാണണം, അത് അനിവാര്യതയാണ്, അത് ആവശ്യമാണ് എന്ന കാര്യം പറയുന്നത്. ശ്രദ്ധിക്കണം. എ ബോഡി വെയിറ്റ് 63 ന്യൂട്ടൺ ഓൺ ദ സർഫേസ് ഓഫ് എർത്ത്. ഭൂമിയുടെ സർഫേസിൽ ഒരു വസ്തുവിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 63 ന്യൂട്ടൺ ആണ്. മക്കളെ, വെയിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് കേട്ടോ, അത് മനസ്സിലാക്കുക. പലരും കിലോഗ്രാം എന്ന് ഈ മൊമെന്റിൽ പോലും വിചാരിച്ച് വെച്ചിട്ടുണ്ടാവും. വെയിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിലോഗ്രാം വെയിറ്റ് എന്ന് പറയാം. ഓക്കെ, അല്ല സിംപ്ലി കിലോഗ്രാം എന്ന് പറഞ്ഞാൽ അത് വെയിറ്റിന്റെ യൂണിറ്റ് അല്ല, അത് മാസിന്റെ യൂണിറ്റ് ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. വാട്ട് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ഇറ്റ് ഡ്യൂ ടു ദ എർത്ത് അറ്റ് എ ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ റേഡിയസ്. അതായത് ഭൂമിയുടെ റേഡിയസിന്റെ പകുതി ഉയരത്തിൽ ആ വസ്തു ഇരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ ഭൂമി കൊടുക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണ് എന്നതാണ് ചോദ്യം. ഭൂമിയുടെ, എല്ലാവരും മനസ്സിലാക്കുക, ഭൂമിയുടെ റേഡിയസിന്റെ പകുതി ഉയരത്തിൽ ആ വസ്തു ഇരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ ഭൂമി കൊടുക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണ് എന്നതാണ് ചോദ്യം. സിമ്പിൾ അല്ലടാ മക്കളെ, ഈസി അല്ലടാ. നിങ്ങളെ ഒന്ന് കുഴപ്പിക്കുന്ന രീതിയിലാണ് ഈ ചോദ്യം വരുന്നത്. അതായത് ഭൂമി ആ വസ്തുവിൽ കൊടുക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണ് എന്നതാണ് ചോദ്യം. ആക്ച്വലി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്? ഇപ്പം എന്നിൽ ഭൂമി കൊടുക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് എൻ്റെ വെയിറ്റ്. സോ ഭൂമിയുടെ റേഡിയസിന്റെ പകുതി ഉയരത്തിൽ ഒരു വസ്തു നിൽക്കുമ്പോൾ അതിൽ ഭൂമി കൊടുക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ വെയിറ്റ് തന്നെയാണ്, ഒരു തർക്കമില്ല. സോ ഭൂമിയുടെ സർഫേസിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആ വസ്തുവിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 63 ന്യൂട്ടൺ ആണ്. ഭൂമിയുടെ റേഡിയസിന്റെ പകുതി ഉയരത്തിൽ ആ വസ്തു നിൽക്കുകയാണെങ്കിൽ അതിന്റെ വെയിറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അതിനിങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കുന്ന പോലെയാണ് ചോദ്യം ചോദിക്കുക. വെയിറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് പകരം അവരെന്ത് യൂസ് ചെയ്യുന്നു? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണെന്ന് ചോദിക്കുന്നു. കാര്യം മനസ്സിലായി? അതാണ് കാര്യം, വേറെ ഒന്നുമല്ല. അതായത് ഞാനൊന്ന് സിംപ്ലി ഒന്ന് വരച്ച് വേണമെങ്കിൽ കാണിച്ചു തരാം. അതായത് മക്കളെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കടാ, എല്ലാവരും ശ്രദ്ധിക്കണടാ. ഇത് നമ്മുടെ ഭൂമിയാണെന്ന് വിചാരിക്കുക, ചുവന്ന ഭൂമി കേട്ടോ. ഓരോ ക്വസ്റ്റിനും ഓരോ ടൈപ്പ് ഭൂമി വരയ്ക്കാം. സോ ഇത് നമ്മുടെ ചുവന്ന ഭൂമിയാണെന്ന് വിചാരിക്കാം. ഭൂമിയുടെ റേഡിയസ് നമുക്ക് ക്യാപിറ്റൽ ആർ ആയിട്ട് എടുക്കാം. ദ റേഡിയസ് ഓഫ് ദ എർത്ത് ഈസ് ടേക്കൺ ആസ് ക്യാപിറ്റൽ ആർ. ഓക്കെ, ഒരു വസ്തു ഭൂമിയുടെ സർഫേസിൽ നിന്ന് റേഡിയസിന്റെ പകുതി ഉയരത്തിലാണ് ഉള്ളത്. അതായത് ഇപ്പോൾ ആ വസ്തു ഉള്ള ഉയരം ഞാൻ ഇവിടെ നിന്ന് മാർക്ക് ചെയ്തു തരാം. ദിസ് ഈസ് ദ ഹൈറ്റ്. ഈ ഹൈറ്റിന്റെ പ്രത്യേകത എന്താണ്? ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ റേഡിയസിന്റെ പകുതിയാണെന്ന് വിചാരിക്കുക. ഞാൻ ആ പ്രോപ്പർ ഡയമെൻഷൻസ് ഒന്നുമല്ല, എങ്കിലും മനസ്സിലാക്കുക. ഇപ്പോൾ ആ വസ്തു ഉള്ള ഉയരം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ റേഡിയസിന്റെ പകുതി ഉയരത്തിലാണുള്ളത് സർഫേസിൽ നിന്ന്. ഈ സാഹചര്യത്തിൽ ആ വസ്തുവിന്റെ വെയിറ്റ് എത്രയായിരിക്കും? സർഫേസിലുള്ള സാഹചര്യത്തിലുള്ള വെയിറ്റ് എന്ന് പറഞ്ഞാൽ അത് 63 ന്യൂട്ടൺ ആണ്. ഇപ്പോൾ ഒരു ഉയരത്തിലാണ് ഉള്ളത്, ആ സാഹചര്യത്തിൽ അതിന്റെ വെയിറ്റ് എത്രയായിരിക്കും എന്നതാണ് ചോദ്യം. വെയിറ്റ് മീൻസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയായിരിക്കും എന്നതാണ് ചോദ്യം. ക്ലിയർ അല്ലേ? നമുക്കൊന്ന് പ്രൊസീഡ് ചെയ്താലോ? ഈസി ആയി പ്രൊസീഡ് ചെയ്യാം. ജസ്റ്റ് കാര്യം മനസ്സിലാക്കുക, ഇതേ കണ്ടീഷൻ ഇന്നലെ നമ്മൾ അപ്ലൈ ചെയ്തു, റൈറ്റ്? സോ മക്കളെ, ഈ ഉയരത്തിലുള്ള
ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആദ്യം കണ്ടുപിടിക്കാം. ഈ ഉയരത്തിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അതാണ് നമ്മുടെ പർപ്പസ്. അതിനു മുമ്പ് വെയിറ്റിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. W ഈക്വൽ ടു എന്താണ്? mg ആണ്. അതിന്റെ വാല്യൂ ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട് 63 ന്യൂട്ടൺ. ഇനി പുതിയ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതായത് പുതിയ വെയിറ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം mg' ആണ്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്, mg'. അതിനുവേണ്ടി g' ആദ്യം കണ്ടുപിടിച്ചാലോ? g' കണ്ടുപിടിക്കാം. അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? g'/g ഈക്വൽ ടു r²/r+h² ആണ്. ഓക്കെ ഫൈൻ. ഞാൻ ഈ g' ഇവിടെ നിർത്തുന്നു. g ഇങ്ങോട്ട് പോയി, ശ്രദ്ധിക്കടാ. g ഇങ്ങോട്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇടണമെന്നില്ല. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നിർത്തിയിട്ട് ബാക്കി സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഇടാം. ഓക്കെ, g'/g ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കടാ. ഫൈൻ. ഇവിടെ അവർ പറയുന്ന കേസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ നിങ്ങൾ. അതായത് r²/r+h. ഇവിടെ എത്രയാണടാ? ഇവിടെ എത്ര ഉയരത്തിലാവുള്ളത്? ഭൂമിയുടെ റേഡിയസിന്റെ പകുതി ഉയരത്തിലാവുള്ളത്. അതിനാൽ തന്നെ മക്കളെ നമുക്ക് പറയാൻ സാധിക്കും ഇൻ ദിസ് കേസ് h ഈസ് ഈക്വൽ ടു r/2. റീപ്ലേസ് ചെയ്യട്ടെ. h ന് പകരം r/2 കൊടുത്തു, ഒരു ഹോൾ സ്ക്വയർ. ഇന്നലെ ഈ ചോദ്യം ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടാവും. ഇനി ഫർദർ സിംപ്ലിഫിക്കേഷനിലോട്ട് കിടക്കാം. കിടക്കാണ്, ശ്രദ്ധിക്കടാ. ദാറ്റ് ഈസ് g'/g ഈസ് ഈക്വൽ ടു r²/ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ മക്കളെ കിട്ടുക? 2 × r 2r 2r + r 3r/2 എന്ന് കിട്ടും. ശരിയല്ലേ? സോ അതിനെ സിംപ്ലിഫൈ ചെയ്താൽ 3r/2 ഹോൾ സ്ക്വയർ എന്ന് വരും. സ്ക്വയർ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, താഴെ തന്നെ എഴുതാം അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ദാറ്റ് ഈസ് g'/g ഈസ് ഈക്വൽ ടു r²/9r²/4 എന്ന് കിട്ടും. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ താഴെ എഴുതിയ കാണുമെന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. g'/g ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? r² റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 4/9r² എന്ന് കിട്ടും. കൃത്യമായിട്ട് മനസ്സിലായി. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താണ്. ഏതൊക്കെ ടേംസ് ക്യാൻസൽ ചെയ്യാം? r² വെട്ടിക്കളഞ്ഞു. ബാക്കി 4/9 മാത്രം. ഇന്നലെ ഇതേ ചോദ്യം ചെയ്തു കൂട്ടാ. ബാക്കി 4/9 മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, g'/g ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 4/9 എന്ന് കിട്ടി. അപ്പോൾ g' ഈക്വൽ ടു എന്ത് കിട്ടി? 4/9 × g എന്ന് കിട്ടി. അപ്പോൾ പുതിയ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്? 4/9 × g. ഇന്നലത്തെ ക്വസ്റ്റ്യനകത്ത് ഇത്രയും നമുക്ക് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. ഇത്രയും നമ്മളിപ്പോൾ വീണ്ടും കണ്ടുപിടിച്ചിരിക്കുന്നു. ഇനി വെയിറ്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? പുതിയ വെയിറ്റിന്റെ ഇക്വേഷൻ എന്താണ്? W' ഈക്വൽ ടു mg'. ദാറ്റ് ഈസ് ഈക്വൽ ടു m × g' എത്രയാണ്? 4/9g ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 4/9 mg എന്ന് വരും. 4/9 mg. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ W' ഈസ് ഈക്വൽ ടു, നോക്കടാ മക്കൾ, എല്ലാവരും ശ്രദ്ധിക്കടാ. mg എന്താണ് എന്ന കാര്യം നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. mg എന്താണ് എന്ന കാര്യം നമ്മൾ ഇന്നലെയല്ല ഇപ്പോൾ മനസ്സിലാക്കിയതാണ്. mg എന്താണ്? mg എന്ന് പറഞ്ഞാൽ 63 ന്യൂട്ടൺ അല്ലേ? നമുക്കത് റീപ്ലേസ് ചെയ്യാം. mg എത്രയാണ്? 63 ന്യൂട്ടൺ ആണ്. ഞാനത് റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. സോ ഈ mgക്ക് പകരം ഞാൻ എന്ത് കൊടുക്കാൻ പോവുകയാണ്? 63 ന്യൂട്ടൺ. സോ 4/3 × 63 വെട്ടിക്കളയട്ടെ. 4/9 × 63 കേട്ടോ. ഇവിടെ 9 ആണേ മക്കളെ. സോ 4/9 × 63 ഞാൻ വെട്ടിക്കളയാൻ പോവുകയാണ്. 9ഉം 63ഉം എത്ര തവണയാണ്? 7 തവണ പോവും. 7 × 4 28. സോ ആൻസർ എത്രയാണ്? 28 ന്യൂട്ടൺ. സോ പുതിയ വെയിറ്റ് എത്രയായിരിക്കും? അത് 28 ന്യൂട്ടൺ ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. ഇന്നലെ നമ്മൾ ആക്ച്വലി ഇതുവരെ നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. പക്ഷേ ഇത്തരത്തിൽ ഒരു വെയിറ്റിന്റെ ടേം ഇന്നലത്തെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നില്ല. സോ പുതിയ വെയിറ്റ് കണ്ടുപിടിക്കണം. പുതിയ വെയിറ്റിന്റെ ഇക്വേഷൻ mg' ആണ്. g' പകരം ഇപ്പോൾ കണ്ടുപിടിച്ച 4/9g ഞാൻ റീപ്ലേസ് ചെയ്തു. 4/9 കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തോട്ടിട്ടു. സോ 4/9 mg എന്ന് കിട്ടും. mg എന്ന് പറഞ്ഞാൽ ഇനി സർഫേസിലുള്ള വെയിറ്റ് ആണ്. അത് 63 ന്യൂട്ടൺ എന്ന് ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട്. സോ 4/9 × 63, 9ഉം 63ഉം 7 തവണ ക്യാൻസൽ ആയി പോകും. 7 × 4 28. ക്ലിയർ അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ല? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, പഠിക്കേണ്ടതാണ്. NCERTയിലുള്ള പാഠപുസ്തകത്തിനകത്തുള്ള ചോദ്യമാണ് കേട്ടോ. സോ വെയിറ്റിന് പകരം അവർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന രീതിയിൽ ചോദിക്കാറുണ്ട്. സോ നിങ്ങൾ ഒരിക്കലും തളർന്നു പോകരുത്, ഒരിക്കലും മറന്നു പോകരുത്. ഇതാണ് കാര്യം, ഇതാണ് കോൺസെപ്റ്റ്. റൈറ്റ്. സോ ഗൈസ്, അടുത്തൊരു കാര്യത്തിലോട്ട് കിടക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ എൻഡ് ഗെയിമിന്റെ കാര്യം തന്നെയാണ്. ഇന്നലെ ഞാൻ ഡീറ്റെയിലായി അതിനെപ്പറ്റി പറഞ്ഞതാണ്. എങ്കിലും ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലൈഡ് ഉള്ളത്.
എൻ ഗെയിം. എന്താണ് എൻ ഗെയിം എന്ന് പറഞ്ഞു വെച്ചാൽ വീണ്ടും ജനുവരി 1-ാം തീയതി മുതൽ ഒന്നേന്ന് നിങ്ങളെ ചാപ്റ്റേഴ്സ് പഠിപ്പിക്കുന്ന ഒരു റിവിഷൻ പ്രോഗ്രാമാണ് എൻ ഗെയിം എന്ന് പറയുന്നത്. ക്രിസ്മസ് എക്സാം പേപ്പർ കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ പലർക്കും അപ്പോഴാണ് ഒരു റിയലൈസേഷൻ വരിക, ഇങ്ങനെ പഠിച്ചാൽ പോരെ, എനിക്ക് ഒന്നുകൂടി സ്ട്രക്ചറായിട്ട് ഒന്നുകൂടി വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു ടൈം ടേബിൾ പ്രകാരം പിന്നെയുള്ള ഒരു മാസത്തിൽ ഒന്നേന്ന് പഠിച്ചു തീർക്കണമെന്ന ആഗ്രഹവും റിയലൈസേഷനും ചിലപ്പോൾ നിങ്ങൾക്ക് അപ്പോഴായിരിക്കും വരിക. സോ നിങ്ങൾ ആ സമയം വരെ ലേറ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ എൻ ഗെയിം റിവിഷൻ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ 15% ഫീസ് റിഡക്ഷൻ ഉണ്ടായിരിക്കും. ഒരിക്കലും ജനുവരി 1-ാം തീയതി അല്ലേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക, സോ അപ്പോൾ അഡ്മിഷൻ എടുത്താൽ മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് സ്ട്രക്ചേർഡായി പഠിക്കണം, സൈലത്തിൻ്റെ കൂടെ റിവിഷൻ ചെയ്യണം, ബെസ്റ്റ് മാർക്ക് +1 എൻഷുർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുക. ഈ പറയുന്ന 2350 രൂപ അടയ്ക്കേണ്ട ആവശ്യമില്ല, 1998 അടച്ചാൽ മതിയാവും. സോ നിങ്ങൾക്ക് ഊഹിക്കാലോ വലിയൊരു ഫീസ് റിഡക്ഷൻ അവിടെ വരുന്നുണ്ട്. സോ അത് വെറുതെ കളയേണ്ട ആവശ്യമില്ലല്ലോ. സോ ഇത് ഇനി അങ്ങോട്ടുള്ള 10 ഡേയ്സ് ചലഞ്ചിൻ്റെ ഈ സമയത്ത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. സോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ട് ഇപ്പോൾ എടുക്കുക, അല്ലാതെ വീണ്ടും പഴയ ഫീസിലോട്ട് അഡ്മിഷൻ എടുക്കാൻ ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. സോ ഫീസ് കുറഞ്ഞ അവസ്ഥയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഇപ്പോൾ എടുക്കാം. സോ കംപ്ലീറ്റ് ആയിട്ട് ഒരു മാസത്തിൽ എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ റിവൈസ് ചെയ്യും, ഒന്നേന്ന് മുഴുവൻ ചാപ്റ്റേഴ്സും പഠിപ്പിച്ചു തരും. വെറും റിവിഷൻ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട എല്ലാ മെറ്റീരിയൽസും, ഇൻസ്റ്റാലേണും, മൈൻഡ് മാപ്പും, അതുപോലെ തന്നെ ടോപ്പർ സീരീസും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാ സപ്പോർട്ടീവ് ഫയൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഒരിക്കലും ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും സൈലത്തിലോട്ട് വാടാ, നമുക്ക് ഗംഭീരമാക്കാം. സോ എൻ ഗെയിമിൻ്റെ കാര്യം നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്വസ്റ്റൻ ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ക്വസ്റ്റൻ ആണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ചോദ്യമാണ്. ശ്രദ്ധിക്കണം, 2020 മോഡൽ എക്സാമിന് ചോദ്യമാണ്. അറ്റ് വാട്ട് ഹൈറ്റ് എബവ് ദ സർഫേസ് ഓഫ് എർത്ത് ദ വാല്യൂ ഓഫ് ജി ഈസ് സെയിം ആസ് ഡെപ്ത് 80 കിലോമീറ്റർ. പലർക്കും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഏത് ഉയരത്തിലാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 80 കിലോമീറ്റർ ആഴത്തിലുള്ളതിൻ്റെ തുല്യമായിരിക്കുക? അതായത് 80 കിലോമീറ്റർ ആഴത്തിൽ ഒരു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടാവില്ല. തീർച്ചയായും ഭൂമി കുഴിക്കുന്ന സാഹചര്യത്തിൽ 80 കിലോമീറ്റർ ആഴത്തിൽ നമുക്കൊരു പെർട്ടിക്കുലർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കിട്ടിയെന്ന് വിചാരിക്കുക. അതേ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്ര ഉയരത്തിലാണ് ഉണ്ടാവുക എന്നാണ് ചോദ്യം. 80 കിലോമീറ്റർ ആഴത്തിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്ര ഉയരത്തിലായിരിക്കും ഉണ്ടാവുക എന്നതാണ് ചോദ്യം. കാരണം സർഫേസിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും, സർഫേസിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോഴും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. അതിനാൽ തന്നെ ഈ 80 കിലോമീറ്റർ ആഴത്തിലുള്ള അതേ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്ര ഉയരത്തിലാണ് ഉണ്ടാവുക എന്നതാണ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ അല്ലേ? ഈസി ആയി ചെയ്യാം, ഒരു കൺഫ്യൂഷനും ഇല്ല. നമ്മുടെ 2 ഫോർമുലാസ് ഉണ്ടല്ലോ, മെയിൻ ഫോർമുലാസ്, ആ 2 മെയിൻ ഫോർമുലാസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് അറിയുന്നതാണ്, ഹൈറ്റിൻ്റെ കേസിലുള്ളതിനെ പൊതുവേ G' എന്നാണ് പറയുക. ഇവിടെ രണ്ടും ഒരുമിച്ച് വരുന്നതുകൊണ്ട് ഞാൻ GH എന്ന് വെറുതെ കൊടുക്കുകയാണ്. സോ GH = G × 1 - 2h/r എല്ലാവർക്കും അറിയുന്ന ഫോർമുലയാണ്. അടുത്ത GD = G × 1 - d/r. ഈ 2 ഫോർമുലാസ് നിങ്ങൾക്കറിയാം, ഡെപ്തും ഹൈറ്റും. ഇവിടെ പൊതുവേ രണ്ടും G' എന്നുകൊണ്ട് കൊടുക്കുക, ഇവിടെ രണ്ടും ഒരുമിച്ച് വരുന്നതുകൊണ്ട് GH GD എന്നുകൊണ്ട് കൊടുക്കുന്നത്. മറ്റൊരു സംശയം എല്ലാവർക്കും വരാം, സാർ ഈ ഫോർമുല പൊതുവേ നമ്മൾ കണക്കുകളിൽ ഉപയോഗിക്കാറില്ലല്ലോ, നമ്മൾ യൂസ് ചെയ്യുന്നത് G'/G = r² / r + h² അല്ലേ? മക്കളെ, ഇത് വളരെ ചെറിയ ഉയരത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, വളരെ ചെറിയ ഹൈറ്റിൻ്റെ കാര്യമാണ്. കാരണം ഡെപ്തിന് സിമിലർ ആയി എന്ന് പറയുമ്പോൾ വളരെ ചുരുങ്ങിയ ഉയരമാണ്, ഒരിക്കലും റേഡിയസിനെ കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഉയരമല്ല. ഇറ്റ്സ് എ വെരി 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 സ്മോൾ ഹൈറ്റ്. സോ ആ സ്മോൾ ഹൈറ്റിൻ്റെ കേസിൽ നമുക്ക് ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. ദാറ്റ് ഈസ്, നിങ്ങൾ മനസ്സിലാക്കുക, വെൻ ഹൈറ്റ് ഈസ് വെരി മച്ച് ലെസ് ദാൻ r എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം എന്ന കാര്യം പഠിച്ചതാണ്. സോ ഇവിടെ ഹൈറ്റ് റേഡിയസിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്, കാരണം ഭൂമിയുടെ റേഡിയസ് ഏകദേശം 6400 കിലോമീറ്റർ ആണ്. ഡെപ്ത് ഇവിടെ 80 കിലോമീറ്റർ എന്ന് പറഞ്ഞു. സോ അതിന് സിമിലർ ആയ അല്ലെങ്കിൽ അതിനേക്കാളും കുറഞ്ഞ ഉയരം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അതിനാൽ തന്നെ നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം. ക്ലിയർ? ഇനി നമുക്ക് പറയാം, ഇവിടെ ഈ 2 ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും സെയിം ആവുന്ന ഹൈറ്റ് കണ്ടുപിടിക്കേണ്ടത്. അതിനാൽ തന്നെ 2 ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും സെയിം ആണ് എന്ന കാര്യം മനസ്സിലാക്കുക. ദാറ്റ് ഈസ് GH = GD എന്ന കാര്യം മനസ്സിലാക്കുക. ഇവ ഈക്വൽ ആവുമ്പോഴുള്ള ഉയരമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതിയാലോ, G × 1 - 2h/r = G × 1 - d/r. 2 സൈഡും G ഉണ്ട്, കട്ട് ചെയ്ത് കളയുന്നു. അപ്പോൾ 1 - 2h/r = എന്ത് കിട്ടും? d/r എന്ന് കിട്ടും. സോറി, 1 - d/r, 1 - d/r എന്ന് കിട്ടും. റൈറ്റ്, 2 സൈഡും 1 - ഉണ്ടല്ലോ, 2 സൈഡും 1 - ഉണ്ട്. അതിനാൽ തന്നെ അത് ഒഴിവാക്കുന്നു. ദാറ്റ് ഈസ് 2h/r = എന്ത് കിട്ടും? d/r എന്ന് കിട്ടും. 2h/r = d/r. ഇനി എൻ്റെ മക്കൾ മനസ്സിലാക്കുക, 6ഉം 6ഉം 2 സൈഡും ഉണ്ട്, അതിനെയും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി എന്തേ ഉള്ളൂ? 2h = d എന്ന് വരും.
അപ്പോൾ h ഈക്വൽ ടു എന്ത് വരും, d/2 എന്ന് വരും. അപ്പോൾ h എത്രയാണ്, d/2 എന്ന് പറഞ്ഞാൽ ഡെപ്ത് എത്രയാണ് മക്കളെ, 80 കിലോമീറ്റർ എന്ന് ചോദ്യത്തിൽ പറയുന്നില്ലേ. സോ ഡെപ്ത് 80 ആണ്. സോ 80/2. സോ ഉയരം എത്ര കിട്ടും, 40 കിലോമീറ്റർ. സോ 80 കിലോമീറ്റർ ആഴത്തിലുള്ള അതേ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്ര ഉയരത്തിലാണ് ഉണ്ടാവുക, അത് 40 കിലോമീറ്റർ ഉയരത്തിലാണ് ഉണ്ടാവുക. ഈ ഉയരം റേഡിയസിനെ കമ്പയർ ചെയ്യുമ്പോൾ തീർത്തും കുറവല്ലേ. റേഡിയസ് 6400 കിലോമീറ്റർ ആണ്, ഇത് വെറും 40 കിലോമീറ്റർ അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്തത് കേട്ടോ. സോ ഈ രണ്ട് ഫോർമുലാസ് ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് h കണ്ടുപിടിക്കുക. അത് മാത്രമേ പരിപാടിയുള്ളൂ. രണ്ടും ഇക്വേറ്റ് ചെയ്തു നോക്കടാ, ജിയും കട്ട് ചെയ്തു. അടുത്തത് 1 - 1 - ഒഴിവാക്കി. അപ്പം 2h/r = d/r ആണ്. 6 കളഞ്ഞു. 2h = d ആണ്. അപ്പം h = d/2. d നമുക്ക് നൽകിയിട്ട് 80 കിലോമീറ്റർ. അപ്പം അതിൻ്റെ പകുതി 40 കിലോമീറ്റർ. അതാണ് നമ്മുടെ ശരിയായ ഉത്തരം. സെറ്റ്. കോൺഫിഡൻ്റ് അല്ലേ, അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ, ക്രിസ്റ്റൽ ക്ലിയർ. റൈറ്റ്. സോ ഗൈസ് വി ആർ മൂവിങ് ഫോർവേഡ്. അടുത്തത് ലോ ഓഫ് ഏരിയാസ്. ഇന്നലെ ഇല്ല, സത്യം പറയാലോ, ഇന്നലെ നമ്മുടെ ലൈവ് കണ്ട ഒരു കുട്ടി എൻ്റെ അടുത്ത് ലൈവിനിടയിൽ സർ കെപ്ലേഴ്സ് ലോ ഓഫ് ഏരിയാസിനകത്ത് എന്തുകൊണ്ടാണ് ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റന്റ് എന്ന രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചു. പക്ഷെ അതിനുശേഷമാണ് ഞാൻ റിയലൈസ് ചെയ്ത് കുട്ടി ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റന്റ് ആവാനുള്ള കാരണമാണ് ചോദിക്കുന്നത് എന്ന കാര്യം എനിക്ക് പിന്നീട് ഞാൻ ബൈക്കിൽ വീട്ടിലോട്ട് പോകുമ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത്. ആക്ച്വലി ഞാൻ ആ സമയത്ത് ഞാൻ മനസ്സിലാക്കി, സാർ ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആവാൻ എന്താ റീസൺ? അപ്പം ഞാൻ പറയുന്നുണ്ട്, മകനെ റൈറ്റ് സൈഡുള്ള ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റന്റ് ആയാൽ മാത്രമേ ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആവുള്ളൂ എന്നാണ് ഞാൻ അവിടെ എക്സ്പ്ലനേഷൻ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ആ കുട്ടി ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവന് വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കാരണം ആ സമയത്ത് പെട്ടെന്ന് എനിക്കത് എന്താ ചോദിച്ചതെന്ന് ക്ലിയർ ആയില്ല. പിന്നീട് എനിക്ക് പോകുമ്പോൾ ഇങ്ങനെ ആയിരിക്കാം എന്നാണ് എൻ്റെ വിശ്വാസം. റൈറ്റ്. ചിലപ്പോൾ ആ കുട്ടിക്ക് ആ ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും. എങ്കിൽ പോലും ചിലപ്പോൾ ഇങ്ങനെയാണ് ആ കുട്ടി മനസ്സിൽ വിചാരിച്ചതെങ്കിൽ ഞാൻ അവൾക്കുള്ള എക്സ്പ്ലനേഷൻ തരാൻ പോകുക, അല്ലെങ്കിൽ അവനുള്ള എക്സ്പ്ലനേഷൻ നൽകാൻ പോവുകയാണ്. ലോ ഓഫ് ഏരിയാസ് ഇന്നലെ നമ്മൾ ഇത് വിശദമായി പഠിച്ചു. ലോ ഓഫ് ഏരിയാസ് പ്രകാരം ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റന്റ് ആണ് എന്നതാണ് അവസാനത്തെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. കാരണം അതിന്റെ കൺസർവേഷൻ ഓറിയന്റഡ് ആയിട്ടാണ് ഈ ഇക്വേഷൻ വരുന്നത്. ദാറ്റ് ഈസ് ഏരിയൽ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്, ΔA/ΔT = a കോൺസ്റ്റന്റ്. റൈറ്റ്. ഇങ്ങനെയാ വരുന്നത്. അതിന് കാരണം എൽ ഇവിടെ എന്താണ്, എൽ കൺസേർവ്ഡ് ആണ്. ആംഗുലർ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ്. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം ഓറിയന്റഡ് ആയ ഒരു ലോ ആണിത്. പലർക്കും ഒരു സംശയം ഉണ്ടാകും, എന്തുകൊണ്ടാണ് ആംഗുലർ മൊമെൻറ്റം ഇവിടെ കൺസേർവ്ഡ് ആയിരിക്കുക, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആംഗുലർ മൊമെൻറ്റം ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കുന്നത് സംശയം ഉണ്ടാവും. സോ മക്കളെ, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പഠിച്ച കാര്യമാണ്, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനകത്ത് പഠിച്ച കാര്യമാണ്, എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും ആക്ട് ചെയ്തില്ലെങ്കിൽ ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ സാധാരണ മോഷനിൽ പറയുമ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ മൊമെൻറ്റം കോൺസ്റ്റന്റ് ആണെന്ന് പറയില്ലേ. സർക്കുലർ മോഷൻ ആണെങ്കിൽ എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും ആക്ട് ചെയ്തില്ലെങ്കിൽ ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ഈ പ്ലാനറ്റുകളിൽ, സൂര്യന് ചുറ്റും വലം വയ്ക്കുന്ന പ്ലാനറ്റുകളിൽ എക്സ്റ്റേണൽ ടോർക്കൊന്നുമില്ല. സോ അവയുടെ ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ആ പറയുന്ന ഏരിയൽ വെലോസിറ്റിയുടെ ഇക്വേഷനിൽ റൈറ്റ് സൈഡുള്ള എല്ലാ പാരാമീറ്റേഴ്സും എന്താണ്, കോൺസ്റ്റന്റ് ആണ്. ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റന്റ് ആയിരിക്കും, മാസ് കോൺസ്റ്റന്റ് ആണ്, 1/2 കോൺസ്റ്റന്റ് ആണ്. സോ അതുകൊണ്ടാണ് ഏരിയൽ വെലോസിറ്റി ഇവിടെ കോൺസ്റ്റന്റ് ആവുന്നത്. സോ ആ കുട്ടിക്ക് അങ്ങനെയാണ് സംശയമെങ്കിൽ, എനിക്ക് വ്യക്തതയില്ല എങ്ങനെയാണ് ആ കുട്ടി ചോദിച്ചത്. ഇനിയിപ്പോൾ അങ്ങനെ സംശയമുള്ള ആളുകൾ അങ്ങനെയാണെങ്കിൽ ആ കുട്ടി ഉറപ്പായും താഴെ ഡൗട്ട് ക്ലിയർ ആയി ഞാനാണ് ചോദിച്ചതെന്നൊന്ന് കമന്റ് ചെയ്യണം. എൻ്റെ ഒരു എന്താ പറയുക, ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ്. കാരണം എൻ്റെ അടുത്തൊരു സംശയം ചോദിച്ചിട്ട് അത് ക്ലിയർ ആവാതിരിക്കുന്നത് എനിക്ക് കൂടി ഒരു ഓക്കെ ആവാത്ത കേസാണ്. അതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ പോകുമ്പോഴാണ് ആലോചിച്ചത്, ഇങ്ങനെ ആയിരിക്കും ഇനി ആ കുട്ടി ചോദിച്ചിട്ടുണ്ടാവുക, എൻ്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് പറയുന്നത്. ഇവിടെ ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റന്റ് ആവാനുള്ള റീസൺ ആണ് നിങ്ങൾ ചോദിച്ചതെങ്കിൽ എക്സ്റ്റേണൽ ടോർക്ക് ഇവിടെ ആക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ആംഗുലർ മൊമെൻറ്റം ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കുന്നത്. റൈറ്റ്. ഓക്കെ, അതിൽ ഞാനൊരു ക്ലാരിറ്റി വരുത്തി തന്നു. കെപ്ലേഴ്സ് സെക്കൻഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ ഈസ് ബേസ്ഡ് ഓൺ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു, എക്സ്റ്റേണൽ ടോർക്ക് ഇല്ല, അതുകൊണ്ട് ആംഗുലർ മൊമെൻറ്റം ഇവിടെ കോൺസ്റ്റന്റ് ആണ്. റൈറ്റ്. ഓക്കെ ഫൈൻ. സോ ഗൈസ്, അടുത്തൊരു ചോദ്യം കൂടിയുണ്ട്. കോമറ്റ് ഓർബിറ്റ് ദ സൺ ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. അതായത് കോമറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉൽക്ക ഈ പറയുന്ന സണ്ണിനെ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. ഡസ് ദ കോമറ്റ് ഹാവ് സെയിം കോൺസ്റ്റന്റ് ലീനിയർ സ്പീഡ്? അതിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് ചോദ്യം. NCERT-യിലൊരു ചോദ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കോമറ്റ് സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഈ സർക്കുലർ പാത്തിൽ അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ പാത്തിൽ അതിന്റെ സ്പീഡ് എല്ലാ സാഹചര്യങ്ങളും ഒരുപോലെ ആയിരിക്കുമോ എന്നാണ് ചോദ്യം. ഒരിക്കലും ഒരുപോലെ ആയിരിക്കില്ല. അതിനൊരു വ്യക്തത വരുത്തട്ടെ. കോമറ്റ് ആണെങ്കിലും പ്ലാനറ്റ് ആണെങ്കിലും ഈ പറയുന്ന ദൂരെ കറങ്ങുന്ന സാഹചര്യത്തിൽ, സൂര്യനിൽ നിന്ന് വളരെ അകലെ ആയിരിക്കുന്ന സാഹചര്യത്തിലുള്ള ഏരിയ ആണിത്.
അതേ ഏരിയ തന്നെ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവന്റെ സൂര്യന് അടുത്ത് വരുന്ന സാഹചര്യത്തിലും, റൈറ്റ്? സോ അതിനാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, സൂര്യന് അടുത്ത് വരുമ്പോൾ അവയുടെ സ്പീഡ് കൂടുതലായിരിക്കും, സൂര്യൻ അകലെ നിൽക്കുമ്പോൾ അവയുടെ സ്പീഡ് കുറവായിരിക്കും. കാരണം രണ്ട് സാഹചര്യത്തിലും ഈ ഒരേ ഏരിയ കവർ ചെയ്യണം, അങ്ങനെയാണല്ലോ ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആവുക. സോ രണ്ട് സാഹചര്യത്തിലും ഒരേ ഏരിയ കവർ ചെയ്യണമെങ്കിൽ അടുത്ത് വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ വേഗതയിൽ സഞ്ചരിച്ചാൽ മാത്രമേ ഈ ഏരിയക്ക് ഇക്വലന്റ് ആയ ഏരിയ അവന് കവർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിനാൽ തന്നെ കോമറ്റ് ആണെങ്കിലും പ്ലാനറ്റുകളാണെങ്കിലും സൂര്യൻ അടുത്തൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അവന്റെ സ്പീഡ് കൂടുതലായിരിക്കും, സൂര്യൻ അകലെയായിരിക്കുന്ന സാഹചര്യത്തിൽ അവന്റെ സ്പീഡ് കുറവായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ്. ശ്രദ്ധിക്കണം. അക്കോർഡിംഗ് ടു കെപ്ലേഴ്സ് സെക്കൻഡ് ലോ, ലീനിയർ സ്പീഡ് ഓഫ് ദ കോമറ്റ് കീപ് ചേഞ്ചിങ്. വെൻ ദ കോമറ്റ് ഈസ് നിയർ ദ സൺ ഇറ്റ് സ്പീഡ് വിൽ ഫാസ്റ്റസ്റ്റ് ആൻഡ് വെൻ ഈസ് ഫാർ അവേ ഫ്രം ദ സൺ ഇറ്റ് സ്പീഡ് വിൽ ബി ലീസ്റ്റ്. കാര്യം പറഞ്ഞു മനസ്സിലായോ? സൂര്യൻ അടുത്തായിരിക്കുന്ന സാഹചര്യത്തിൽ അവന്റെ സ്പീഡ് കൂടുതലായിരിക്കും, സൂര്യനിൽ നിന്ന് അകന്നിരിക്കുന്ന സാഹചര്യത്തിൽ അവന്റെ സ്പീഡ് കുറവായിരിക്കും. കാരണം ഈ അകന്നിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ സാധിക്കും, കാരണം അത്രയും പോർഷൻ ഉണ്ടല്ലോ. അതേ ഇക്വലന്റ് ഏരിയ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കവർ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി വേഗതയിൽ അവന് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ആ സ്പീഡിൽ മാറ്റം വരാനുള്ള റീസൺ. റെഡി? ക്ലിയർ? ഫൈൻ. ഒരു ചോദ്യം കൂടി പഠിപ്പിക്കണമെന്ന്, ഇത് വേണ്ടവർ പഠിച്ചാൽ മതി, ഞാൻ എല്ലാവരും പഠിക്കണമെന്ന് പറയാം. എൻ്റെ ഒരു ത്വര കൊണ്ട് ഞാൻ പഠിപ്പിക്കുകയാണ്, എൻ്റെ ഒരു ഇതുകൊണ്ട് പഠിപ്പിക്കുകയാണ്. ഇതൊന്നും എല്ലാവരും പഠിപ്പിക്കും. ഈവൻ നിങ്ങളുടെ സ്കൂളിൽ ചിലപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ എക്സ്റ്റേണലി എവിടെ ട്യൂഷന് പോകുന്നുണ്ടെങ്കിലും പഠിപ്പില്ല. ഇന്നലെ കുട്ടി താഴെ കമന്റ്, ഞാൻ വേറൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ലൈവ് കാണുന്ന ക്ലാസ് കാണുന്ന പെയ്ഡ് സ്റ്റുഡൻ്റ് ആണ്, പക്ഷെ അവിടെ പോലും എനിക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു റിവിഷൻ നൽകിയിട്ടില്ല എന്നൊരു കുട്ടി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ നിങ്ങൾ എവിടെ പഠിക്കുന്ന കുട്ടി ആയിക്കോ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ പറയുന്ന ചോദ്യം. വേണമെങ്കിൽ കണ്ടാൽ മതി. ലൈക്ക് ഇത് എല്ലാപ്പോഴും ചോദിക്കുന്ന ചോദ്യമൊന്നുമല്ല, 2017 ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും ചോദിക്കാൻ ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നു. സോ നമുക്കൊന്ന് നോക്കിയാലോ, നമുക്കൊന്ന് പഠിച്ചാലോടാ. വള ഒരു NCERT question, exercise question ആണ്. The time taken by the Saturn to complete one orbit around the sun is 29.5 times the earth year. അതായത് സാറ്റേണിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ടൈം പീരീഡിന്റെ 29.5 ടൈംസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. സാറ്റേണിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ടൈം പീരീഡിന്റെ 29.5 ടൈംസ് ആണ് എന്ന കാര്യം മനസ്സിലാക്കുക. If the distance between എർത്ത് ഫ്രം ദ സൺ ഈസ് 1.5 into 10⁸. അതായത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം 1.5 into 10⁸ ആണ് എങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സാറ്റേൺ ഫ്രം ദ സൺ? അതായത് സാറ്റേണും സൂര്യനും തമ്മിലുള്ള ദൂരം എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കുന്നത്. സാറ്റേണിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ടൈം പീരീഡിന്റെ 29.5 ടൈംസ് ആണ്. സിമിലർ വേ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 1.5 into 10⁸ കിലോമീറ്റർ ആണ്. സാറ്റേണും സൂര്യനും തമ്മിലുള്ള ദൂരമാണ് കണ്ടുപിടിക്കുന്നത്. ഈസി ആയി കണ്ടുപിടിക്കാം, ഒന്ന് കൂടെ നിന്നാൽ മാത്രം മതി. നോക്കിയാലോ, വാടാ മക്കളെ, എല്ലാവരും ഒന്ന് കൂടെ നിൽക്കുക. ഈസി ആയി തന്നെ പ്രൊസീഡ് ചെയ്യാം. നമുക്ക് ലോ ഓഫ് പീരീഡ്സ് അറിയാലോ, ദാറ്റ് ഈസ് T² ഈസ് പ്രൊപ്പോർഷണൽ ടു A³ എന്ന് പറയുന്ന ഫോമുല അറിയാലോ. അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. സോ ഇവിടെ അവർ എന്തൊക്കെയാണ് നൽകിയിരിക്കുന്നത്? ഇവിടെ അവർ നൽകിയിരിക്കുന്നത് സാറ്റേണിന്റെ ടൈം പീരീഡ്, ദാറ്റ് ഈസ് ടൈം പീരീഡ് ഓഫ് സാറ്റേൺ എത്രയാണ്? ദാറ്റ് ഈസ് 29.5 ടൈംസ് ടൈം പീരീഡ് ഓഫ് എർത്ത് എന്ന് പറയുന്നു. സാറ്റേണിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 29.5 ടൈംസ് ഓഫ് ടൈം പീരീഡ് ഓഫ് എർത്ത് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ അല്ലേ? അത് ചോദ്യത്തിനകത്ത് നൽകിയിട്ടുണ്ട്. അടുത്തത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം, അതിനെ AE എന്ന് പറയാം കേട്ടോ. A ആണ്. സോ എർത്തും സണ്ണും തമ്മിലുള്ള ദൂരം ആയതുകൊണ്ട് AE എന്ന് കൊടുക്കുവാണ്. അത് 1.5 into 10⁸ കിലോമീറ്റർ ആണ്. ഓക്കെ, അടുത്ത കാര്യം നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് സാറ്റേണും സണ്ണും തമ്മിലുള്ള ദൂരമാണ്. ദാറ്റ് ഈസ് AS ആണ് കണ്ടുപിടിക്കുന്നത്. വി ഹാവ് ടു ഫൈൻഡ് AS. സാറ്റേണും സണ്ണും തമ്മിലുള്ള ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയുന്ന ജനറൽ ഫോർമുലയാണിത്. ഇത് ജനറൽ ഫോർമുലയാണ്, ലോ ഓഫ് പീരീഡ്സ് ഓറിയന്റഡ് ആയ ഫോർമുലയാണ്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ എർത്തിന്റെ കേസിൽ ദാറ്റ് ഈസ് TE² ഈസ് പ്രൊപ്പോർഷണൽ ടു AE³. സാറ്റേണിന്റെ കേസിൽ TS² ഈസ് പ്രൊപ്പോർഷണൽ ടു AS³ എന്ന് എഴുതാം. ലൈക്ക് കാര്യം മനസ്സിലായി. T² ഈസ് പ്രൊപ്പോർഷണൽ A³ ആണ്. അപ്പോൾ എർത്തിന്റെ കേസിലും സാറ്റേണിന്റെ കേസിലും ഞാൻ എന്ത് ചെയ്തു? ഞാനതിനെ മാറ്റി എഴുതി, രണ്ട് കേസാക്കി എഴുതി. ഇതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ടും ഇതിന് ഇക്വേഷൻ നമ്പർ 2 ആയിട്ടും കൊടുക്കാം. അടുത്ത സ്റ്റെപ്പ് 1/2 ആണ്. അപ്പോൾ രണ്ടും കൂടി ഡിവൈഡ് ചെയ്യട്ടെ. അപ്പോൾ എന്ത് കിട്ടും? TE² ഡിവൈഡഡ് ബൈ TS² ഈക്വൽ ടു AE³ ഡിവൈഡഡ് ബൈ AS³ എന്ന് കിട്ടും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഈ സ്ക്വയറും ക്യൂബും ഒക്കെ ഹോൾ ആയിട്ട് ഞാൻ ഇടട്ടെ. സ്ക്വയറും ക്യൂബും ഞാൻ ഹോൾ ആയിട്ട് ഇടുകയാണ്. നോക്കടാ, TE/TS ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു AE/AS ഹോൾ ക്യൂബ്. ഇക്വേഷൻ നമ്പർ 4.
അടുത്തൊരു കാര്യം നമുക്കറിയാം, ദാറ്റ് ഈസ് ടൈം പീരീഡ് ഓഫ് സാറ്റേൺ എന്ന് പറഞ്ഞാൽ 29.5 ടൈംസ് ഓഫ് ടൈം പീരീഡ് ഓഫ് എർത്ത് ആണ്. സോ ഈ കാണുന്ന ടൈം പീരീഡ് ഓഫ് സാറ്റേണിന് പകരം ഞാനിത് റീപ്ലേസ് ചെയ്യട്ടെ. ടൈം പീരീഡ് ഓഫ് സാറ്റേണിന് പകരം ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കടാ, എല്ലാവരും ശ്രദ്ധിക്കുക. സോ ടൈം പീരീഡ് ഓഫ് എർത്ത് ഡിവൈഡഡ് ബൈ 29.5 ടൈംസ് ഓഫ് ടൈം പീരീഡ് ഓഫ് എർത്ത് ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ എന്ത് വരുടാ, ഇവിടെയുള്ളത് AE/AS ഹോൾ ക്യൂബ് എന്ന് വരും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 5. ഇവിടെയുള്ള കോമൺ ടേംസിനെ ക്യാൻസൽ ചെയ്യാണ്. ദ ടൈം പീരീഡ് ഓഫ് എർത്തും ടൈം പീരീഡ് ഓഫ് എർത്തും ക്യാൻസൽ ആയിപ്പോയി. റെഡി അല്ലേ? അപ്പോൾ ബാക്കിയുള്ള ടേംസ് നോക്കിക്കോ. ബാക്കിയുള്ള ടേംസ് 1 ഡിവൈഡഡ് ബൈ 29.5 ടൈംസ് 29.5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു AE/AS ഹോൾ ക്യൂബ്. ഇക്വേഷൻ നമ്പർ 6. അടുത്ത സ്റ്റെപ്പ്, രണ്ട് സൈഡും ക്യൂബിക് റൂട്ട് എടുക്കുക. ക്യൂബിക് റൂട്ട് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? 1നെ ക്യൂബിക് റൂട്ട്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ എഴുതി കാണിച്ചു തരാം. ക്യൂബിക് റൂട്ട് എടുക്കുവാണ്. ദാറ്റ് ഈസ് 1/29.5 ഹോൾ പവർ ഓഫ് 2/3 ആയി. അതാണ് ക്യൂബിക് റൂട്ട്. 1/3 കൊണ്ട് പവറിൽ വരുന്നതാണ് ക്യൂബിക് റൂട്ട്. ഓൾറെഡി 2 ഉണ്ട്, അപ്പോൾ 2/3 ആയിട്ട് മാറി. ഇവിടെ ക്യൂബിക് റൂട്ട് എടുക്കുമ്പോൾ എന്താവും? /3. അപ്പോൾ അത് 1 ആയി പോകും. അതായത് റൂട്ട് മൊത്തത്തിൽ പവറേ പോകും കേട്ടോ. ദാറ്റ് ഈസ് AE/AS ആയിട്ട് മാറും. ക്യൂബിക് റൂട്ട് എടുത്താൽ ഇവിടെ AE/AS ആയിട്ട് മാറും. ഇവിടെ ബ്രാക്കറ്റ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇക്വേഷൻ നമ്പർ 7. സോ മനസ്സിലാക്കുക, ഈ സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ ഞാൻ ക്യൂബിക് റൂട്ട് എടുക്കുകയാണ്. എന്താണ് ക്യൂബിക് റൂട്ട് എടുക്കുകയാണ്? അപ്പോൾ ഇവിടെയുള്ള 3 എന്ന് പറയുന്ന പവർ നഷ്ടമാവും. ഇവിടെ എന്തായിട്ട് മാറും? 2 ഉണ്ടായിരുന്നു, അത് 2/3 ആയിട്ട് മാറും. ക്യൂബിക് റൂട്ട് എടുക്കുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കുക കേട്ടോ. മാത്സിലെ പക്ക മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണ്. ഇവിടെ ഫിസിക്സ് ഒന്നും ചോദിക്കരുത്, മാത്സ് ആണ്. റൈറ്റ്. അപ്പോൾ ക്യൂബിക് റൂട്ട് എടുത്തു. ഇനി അടുത്തത് ഈ 2/3 ഞാൻ അകത്തോട്ട് 1 പവർ ഓഫ് 2/3 എന്ന് പറഞ്ഞാൽ 1. സോ അത് വിട്ടേക്ക്. ബാക്കി എന്താ ഉള്ളൂ? ബാക്കി 29.5 അല്ലേ? സോ 1 ഡിവൈഡഡ് ബൈ 29.5 ഹോൾ പവർ ഓഫ് 2/3 ഈക്വൽ ടു AE/AS എന്ന് വരും. AE/AS എന്ന് വരും. സംശയമില്ലാലോ? ആർക്കും സംശയമില്ലാലോ? Therefore AS ഈക്വൽ ടു AE ഇൻറ്റു 29.5. ദാറ്റ് ഈസ് AS ഈക്വൽ ടു AE എത്രയാണ്? 1.5 ഇൻറ്റു 10⁸. അങ്ങനെ എത്രയല്ലേ? 1.5 ഇൻറ്റു 10⁸ ആണ് തോന്നുന്നു. യെസ്, 1.5 ഇൻറ്റു 10⁸ ഇൻറ്റു 29.5. സോ ആൻസർ എത്രയാണ് മക്കളെ കിട്ടുക? യെസ്, 29.5 ഹോൾ പവർ ഓഫ് 2/3 ഉണ്ട് കേട്ടോ. അത് മറന്നു പോകല്ലേ. 29.5 ഹോൾ പവർ ഓഫ് 2/3. ഇതൊക്കെ പക്ക കാൽക്കുലേറ്ററിൽ ഇട്ടാൽ മാത്രം ഉത്തരം കിട്ടുന്ന സാധനമാണ്. പക്ക കാൽക്കുലേറ്ററിൽ ഇട്ടാൽ മാത്രം ഉത്തരം കിട്ടുന്ന സാധനമാണ്. ഇതിൻ്റെ ഉത്തരം 14 ശ്രദ്ധിക്കണം, 14.31 ഇൻറ്റു 10⁸ കിലോമീറ്റർ ആണ് കിട്ടുക കേട്ടോ. 14.31 ഇൻറ്റു 10⁸ കിലോമീറ്റർ. അത്രയും റിപ്പീറ്റ് വാല്യൂ ഉള്ള ക്വസ്റ്റൻ അല്ല, പക്ഷേ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഒരു സിംപ്ലി ഞാൻ ഒരു തവണ കൂടി പറയാം, എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ചോദ്യത്തിനകത്ത് പറയുന്നത് സാറ്റേണിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എർത്തിന്റെ ടൈം പീരീഡിന്റെ 29.5 ടൈംസ് ആണെന്ന് അവർ ചോദ്യത്തിനകത്ത് പറയുന്നു. അതുപോലെ തന്നെ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം അവർ നൽകിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 1.5 ഇൻറ്റു 10⁸ കിലോമീറ്റർ ആണ്. സാറ്റേണും സൂര്യനും തമ്മിലുള്ള ദൂരമാണ് കണ്ടുപിടിക്കുന്നത്. സോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ലോസ് ഓഫ് പീരീഡ് ആണ്. ലോ ഓഫ് പീരീഡ്, കെപ്ലേഴ്സ് ലോ ഓഫ് പീരീഡ്സ് അറിയുന്ന കാര്യമല്ലേ? T² ഈസ് പ്രപ്പോർഷണൽ ടു A ക്യൂബ്. ടൈം പീരീഡിന്റെ സ്ക്വയർ സെമി മേജർ ആക്സിസിന്റെ ക്യൂബിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. ഈ ഇക്വേഷൻ ഞാൻ 2 കണ്ടീഷനാക്കി മാറ്റി. ഒന്നാമത്തെ എർത്തിന്റെ കേസിലും രണ്ടാമത്തെ സാറ്റേണിന്റെ കേസിലും ഇവനെ ഞാൻ മാറ്റി എഴുതി. അതിനുശേഷം 2 കൂടി ഡിവൈഡ് ചെയ്തു. 2 കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ സ്ക്വയർ ഒക്കെ ക്യൂബൊക്കെ കോമൺ ആണ്. സോ അതിനകത്ത് തന്നെ ഹോൾ സ്ക്വയർ ഹോൾ ക്യൂബ് എന്ന് കൊടുത്തു. TSന് പകരം ചോദ്യത്തിൽ പറയുന്ന 29.5 ടൈംസ് ഓഫ് TE ഞാൻ റീപ്ലേസ് ചെയ്തു. അതിനുശേഷം Tയും ക്യാൻസൽ ചെയ്തു. അടുത്ത സ്റ്റെപ്പിനകത്ത് ഈ കാണുന്ന ഹോൾ ക്യൂബ് കളയാൻ വേണ്ടി 2 സൈഡും ക്യൂബിക് റൂട്ട് എടുത്തു. അപ്പോൾ ആ ഹോൾ ക്യൂബ് പോയി ഇവിടെ 2/3 ആയി. 1 പവർ ഓഫ് 2/3 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. താഴെയുള്ള 29.5 പവർ ഓഫ് 2/3 വരും. ക്ലിയർ അല്ലേ? അതിനുശേഷം കണ്ടുപിടിക്കേണ്ട AS ആണ്. സോ ഈ ASന് ഇങ്ങോട്ട് എടുത്തു, ഈ ടേമിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ AS ഈക്വൽ ടു AE ഇൻറ്റു 29.5 ഹോൾ പവർ ഓഫ് 2/3 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? AE ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട് 1.5 ഇൻറ്റു 10⁸ ആണ്, ഇൻറ്റു 29.5 ഹോൾ പവർ ഓഫ് 2/3 എന്ന് വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 14.31 ഇൻറ്റു 10⁸ കിലോമീറ്റർ. എന്തെങ്കിലും മൈന്യൂട്ട് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ലൈവിന് വരുന്നതിന് മുമ്പ്, ജസ്റ്റ് ഈ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരമാണ് 14.31 ഇൻറ്റു 10⁸. ഇത് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ട്രൈ ചെയ്യാം. ഓക്കെ. സോ ഈ ക്വസ്റ്റിന് ഒരു പ്രത്യേകത, ഇത് സ്ഥിരമായി വരുന്ന ചോദ്യമല്ല, പക്ഷേ NCERTയിൽ എക്സൈസ് ക്വസ്റ്റൻ ആണ്. 2017 ഇംപ്രൂവ്മെന്റിൽ ചോദിച്ച ചോദ്യമാണ്. റീസെൻ്റായി വേറെ ഏതോ ഒരു ക്വസ്റ്റിനും കൂടി ഇത് ചോദിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, കോൺഫിഡൻ്റ് ആയിരിക്കുക. സോ അത്യാവശ്യം വലിയൊരു വീഡിയോ ആണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്നാണ് എൻ്റെ വിശ്വാസം. യൂസ്ഫുൾ ആണെങ്കിൽ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. പിന്നെ ആ പറയുന്ന ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ കാര്യം ചോദിച്ച കുട്ടി ഈ വീഡിയോ കാണുവാണെങ്കിൽ അവരും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക, ഞാനാണ് ചോദിച്ചത്, എനിക്കത് ക്ലിയർ ആയി എന്ന കാര്യം കമൻറ്റ് ചെയ്യുക. അത് എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ്. സോ ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വർത്താണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ലൈവും നിങ്ങൾക്ക് വർത്താണെന്ന്
ആണെന്ന് വിശ്വസിക്കുന്നു. താഴെ എല്ലാവരും ഫീഡ്ബാക്ക് ഇടുക. തുടർന്നുള്ള എല്ലാ ദിവസത്തെയും 10DC നിങ്ങൾ കൃത്യമായി കാണുക. ഫിസിക്സിനെ കൂടുതൽ എളുപ്പമാക്കാൻ, കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടമാക്കാൻ വേണ്ടി അടുത്ത 2 ചാപ്റ്റേഴ്സുമായിട്ട് അണ്ണൻ വീണ്ടും വരുന്നതായിരിക്കും. സോ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ, കാണാം.